ബ്ലഡ് നമ്മളോട് ചോദിക്കുമ്പോൾ അവരെല്ലാം നമ്മൾ ഇതിൽ ഹൈ ആണ് കാണിക്കുന്നത്, ഇതിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഇത് ഇത്രയും ഓവറായിട്ട് കുഞ്ഞ് ഛർദ്ദിച്ചത് കൊണ്ടുള്ള കുഞ്ഞിൻ്റെ ക്ഷീണം. കുഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയത്തേക്കും കുഞ്ഞ് കണ്ണ് മറിഞ്ഞു പോകുന്നു, കുഞ്ഞിനെ എഴുന്നേക്കാൻ വയ്യ. അവർ കുളിപ്പിച്ചുകൊണ്ട് വരണോ, ഡോക്ടറിൽ 8 മണിക്ക് ഡോക്ടർ വരും റൗണ്ട്സിന്. അപ്പം അമ്മയും കുഞ്ഞും കുളിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ ചെന്ന് കുളിപ്പിക്കാൻ നിന്നിട്ട് കുഞ്ഞിന് നിൽക്കത്തില്ല, അത് വീണ് പോവാം. അന്നേരം ഞാൻ സിസ്റ്ററോട് കൊണ്ട് കുഞ്ഞിന് നിൽക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കണമെന്ന്. കുഞ്ഞ് ഇത്രയും ഛർദ്ദിച്ചതല്ലേ, ഛർദ്ദിച്ചത് കൊണ്ടൊരു ക്ഷീണം. ഞാൻ പറഞ്ഞു കുഞ്ഞ് അതിന് മാത്രം ഛർദ്ദിച്ചില്ല, കുഞ്ഞ് ഇന്നലെ മുതൽ ഒരു വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അത് ആ വെള്ളം കുടിക്കുന്ന അപ്പം തന്നെ ഛർദ്ദിക്കും, അല്ലാതെ ഒത്തിരി കുഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ട് കുഞ്ഞിന് ക്ഷീണമൊന്നും. പെട്ടെന്ന് ഇവളുടെ കണ്ണെല്ലാം മറയാൻ, ഇവളുടെ ചുണ്ടിനും നാക്കിനും ഒക്കെ കളർ വ്യത്യാസം. അപ്പോഴത്തേക്കും ഡ്യൂട്ടി മാറി. ഈ മെയിൻ ഡോക്ടർ വരുന്നതിന് മുന്നേ വേറെ കുറേ ഡോക്ടർമാർ കൂടെ വന്ന് അവിടെ നോക്കുന്നുണ്ട്. അപ്പം നമ്മളെ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഈ ഡീഹൈഡ്രേഷൻ കണ്ടിട്ട് ആ ഡോക്ടർ ഇവരോട് ചോദിച്ചു കുഞ്ഞിന് ORS കൊടുത്തോന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഇല്ല, കൊടുത്തിട്ടില്ല. അതോട് അപ്പോൾ അവരെ വഴക്ക് പറഞ്ഞു, ഇത്രയും സീരിയസ് ആയിട്ട് വന്ന കുട്ടിക്ക് നിങ്ങളിതെന്തോ ട്രിപ്പ്. അന്ന് രാത്രി 2 മണിക്ക് നമ്മൾ കുഞ്ഞിൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണി വരെ ആ ട്രിപ്പ് ഇട്ടതിൻ്റെ ഒരു 1/4 ഭാഗം പോലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നിട്ടില്ല. അത്രയും സ്ലോ ആക്കിയിട്ട് അവരിനോട് നിന്ന് പോവാം. അവർ ഈ ഒരു 5 മണി സമയത്ത് വന്ന് കുഞ്ഞിന് 2 ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ഇഞ്ചക്ഷനാണെന്ന് നമുക്കറിയത്തില്ല. അതിന് ശേഷമാണ് കുഞ്ഞ് ഇതുപോലെ തീർത്തും അവശതയായതും. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിനെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പോലും, പക്ഷേ അവർ തയ്യാറായില്ല. എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കുഞ്ഞിന് ഫിക്സ് വരുന്നതും. ഞാനാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ICUലോട്ട് പോകുന്നത്. അന്നേരത്തേക്കും എന്തൊക്കെ സംഭവിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്തെങ്കിലും എൻ്റെ കുഞ്ഞിനെ അവർ നോക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇന്ന് വരില്ലായിരുന്നു. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടും അവർക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ എന്താണ് ഡോക്ടറാന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്.